കുടുംബശ്രീ എന്നും സ്വാതിൻ്റെ കാര്യത്തിനകത്ത് പലപ്പോഴും നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട്. അവർ പല തലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഏതൻ തോട്ടത്തിലാണ് നിൽക്കുന്നത്. ഇടുക്കി കോട്ടയം ഭാഗത്തുള്ളൊരു പ്രത്യേകതരം വെറൈറ്റി ഫുഡാണ് പിടിയും കോഴിയും എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്നത് ഇത് പിടിയാണ്. അരിമാവും ഈ പുട്ടുപൊടി ഉൾപ്പെടെയുള്ള പിന്നെ കൂടാതെ സുഗന്ധദ്രവ്യങ്ങൾ എല്ലാം ചേരുമ്പോൾ ആരോഗ്യത്തിന് ഉത്തമമായ ഒരു ഔഷധം അങ്ങനെ കൂടി നമുക്ക് പറയാം. അതേസമയം തന്നെ കോഴിക്കറിയുമുണ്ട്. അതിന് ഒരു പ്രത്യേക റെസിപ്പിയാണ്. അതൊക്കെ അവർക്ക് ഇനി പറയും. ഇനി അതിൻ്റെ ചേരുവകളൊക്കെ നമുക്ക് കാണാം. ഒപ്പം തന്നെ അത് കഴിച്ചിട്ട് അതിനെക്കുറിച്ച് പറയുന്നവരുടെ ഒരു അനുഭവക്കുറിപ്പ് കൂടി നമുക്ക് കേൾക്കാം. ഒരു വെറൈറ്റി ഡിഷാണിത്. മുമ്പൊക്കെ ആണെങ്കിൽ ഇത് ഒരു നമ്മുടെ കൊച്ചിലെയൊക്കെ പിടിയനും പാപ്പയും എന്ന് പറയുന്ന പോലെ ഒരു ഡിഷാണിത്. പക്ഷേ ഇത് അപാര ടേസ്റ്റാണിതിന്. നല്ല കിടിലമായിട്ടുണ്ട്. അടിച്ച് പൊളിച്ച് കലക്കി പറയാൻ പറ്റത്തില്ല. കൊഴുക്കട്ട തിന്നുന്നത് പോലെയാണോ അതെന്താണ്? കൊഴുക്കട്ട തിന്നുന്നത് പോലെയല്ല, അതിനും അപ്പുറമാണിത്. വളരെ രസകരമായിട്ടുണ്ട്. കാരണം ഇത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇത് എങ്ങനെയാണെന്നുള്ളത്. അത്രയ്ക്കും കണ്ടുപിടിച്ചിട്ടേ ഇനി പോകുന്നുള്ളൂ. പിടിയും കോഴിയെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ഇത് ആദ്യമായിട്ട് കഴിക്കുവാണ്. ഇത് കൊള്ളത്തില്ല എന്നുള്ളൊരു വിഭവമാണെന്ന് ഓർത്തിരുന്നത്. പക്ഷേ ഇത് വലിയ സൂപ്പറായിട്ടുണ്ട്, അല്ല ഗംഭീരമായിട്ടുണ്ട്. സാധാരണ നമ്മൾ ചിക്കൻ കറി കഴിക്കാറുള്ളതാണ്. പക്ഷേ ഇതൊരു ഇവരുടെ നാടിൻ്റെ സ്പെഷ്യൽ ഇതിനകത്ത് പ്രത്യേകം അറിയാനുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. പിടിയും കോഴിയെന്ന് പറഞ്ഞാൽ ഒരുപാട് എന്താ പറയുക, എണ്ണ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് പിടിയും കോഴിയും. അതിൻ്റെ അകത്ത് നമ്മൾ മായങ്ങളൊന്നും ചേർക്കുന്നില്ല. കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു മായവും ചേർക്കാതെയാണ് ഇവിടെ എല്ലാ സാധനങ്ങളും റെഡിയാക്കുന്നത്. പിന്നെ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായ ഗ്യാസ് അങ്ങനെയുള്ള സാധനങ്ങളില്ലാതെ നമ്മൾ വെളുത്തുള്ളി, ജീരകം, ചെറുത് വലുത് ജീരകം, പിന്നെ ഉള്ളി, ചെറിയ ഉള്ളി എന്നിവ ചേർത്തിട്ട് തന്നെ നമ്മൾ പൊടി വാട്ടിയെടുക്കും വെള്ളത്തിൽ. അതിനുശേഷം തേങ്ങാപ്പാലിൽ ആണ് ഇത് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. വേവിച്ചെടുത്തിട്ട് അതിലേക്ക് തനി തേങ്ങാപ്പാൽ മാറ്റി വെച്ചിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ റെഡിയാക്കി എടുക്കുന്നതാണ്. അതിനൊരു പ്രത്യേകതരം ടേസ്റ്റാണെന്ന് കഴിച്ചവരെല്ലാവരും നമ്മളോട് നല്ല അഭിപ്രായം പറയുന്നു. പിടിക്കും കോഴിക്കറിയും നന്നായി ആൾക്കാർ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഹൈ പ്രോട്ടീനാണല്ലോ. ആവിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ട് അരിയുടെ ഒരു നാളികേരക്കും കൂടിയിട്ട് ജീരകം, ഈ പറഞ്ഞ പോലെ ഗ്യാസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ശരീരത്തിന് ഗസ്റ്റിൻ്റെ ഒരു ഹെൽത്തിൻ്റെ ഒരു ഇതും കൂടിയിട്ടാണ് നമ്മൾ വില. ഇപ്പോൾ നമ്മൾ ചിക്കനും പിടിയും കൂടിയിട്ടാണ് 160 രൂപ ആയിട്ട് കൊടുക്കുന്നത്. പിടക്കോഴി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പിടിയും കോഴി എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പ്രത്യേകിച്ച് ഇതൊരു വടക്കൻ ഫുഡ് കൂടിയാണ്. അത് ഈ കോട്ടയം ഇടുക്കി എന്നൊക്കെ പറയുമ്പോൾ അവിടുത്തെ കൈപുണ്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് കാണാനുള്ളൊരവസരവും കഴിക്കാനുള്ള അവസരവുമാണ് കൊല്ലത്തുകാർക്ക് വന്ന് ഭവിച്ചിരിക്കുന്നത്. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.